ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ സ്മാഷ് ഫോട്ടോഗ്രാഫി എടുക്കാമെന്നാണ്. അപ്പോൾ എന്താണ് സ്മാഷ് ഫോട്ടോഗ്രാഫി എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ്, അതായത് മൂവിങ് സബ്ജക്റ്റ് നമുക്ക് ഫ്രീസായി, അതായത് ഒരു ബ്ലറൊന്നും അതായത് കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അതായത് ഇതേപോലെ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു, അതായത് മാങ്ങ വെള്ളത്തിൽ നിന്ന്. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവുക. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറയോ മൊബൈൽ ഫോണോ വേണം. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെല്ലിക്കയോ നാരങ്ങയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ എക്സെട്രാ, തക്കാളി അങ്ങനത്തെയൊക്കെ എടുക്കുക. അങ്ങനത്തെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സാണ്. പിന്നെ അതിനകത്ത് വെള്ളം വെക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് നമ്മൾ എടുത്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രിക്കാണ് യൂസ് ചെയ്തത്. അതായത് ഒരു സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒരു കറുത്ത ചുരിദാറാണ് ഞാൻ ഇപ്പോൾ എടുത്തതാണ്. എന്തെങ്കിലും തുണി എന്തെങ്കിലും എടുത്താൽ അതിനകത്ത് ജസ്റ്റ് അതിൻ്റെ അടിയിലേക്ക് വെച്ചു. പരമാവധി ചുളുക്കുള്ള ചുരിദാർ എടുക്കാതിരിക്കുക, അല്ല കറുപ്പ് തുണി എടുക്കാതിരിക്കുക. കാരണം ഒന്ന് തേച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ല കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിററാണ്. അതായത് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി, അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിറർ എടുത്തു. എന്നിട്ട് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റൂൾ വെച്ചു, എന്നിട്ട് അതിന് മേലെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് അടിയിലേക്ക് വെച്ചു. അതേപോലെ മിറർ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചു. എന്നിട്ട് സബ്ജക്റ്റ്, അതായത് നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിലേക്ക് കറക്റ്റ് മാങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം മാങ്ങ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാങ്ങ എടുത്തു. എന്നിട്ട് മാങ്ങ കറക്റ്റ് വെച്ചു. അപ്പോൾ നമ്മളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫോട്ടോ എടുപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലോ ക്യാമറ എടുക്കുക. ഞാൻ ഇപ്പോൾ ആ ഫസ്റ്റ് കാണിക്കുന്ന ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാമറ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ISO ഒരു 8000 വെച്ചു. അതേപോലെ തന്നെ അപ്പറേച്ചർ ഞാൻ 1/3300 എടുത്തു. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിരിക്കും കളർ. അപ്പോൾ ISO കുറച്ചും കൂട്ടി എടുക്കാം. കാരണം കൂടുതൽ എടുക്കുമ്പോൾ ISO കൂട്ടുന്നതോടും ലൈറ്റ് കൂടും. അതേപോലെ തന്നെ അപ്പറേച്ചർ കൂട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ മോശം സാധനങ്ങളൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഫ്രീസ് ആവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ, അതായത് പക്കായിട്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമുക്ക് നേരെ വെച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മാങ്ങ എടുത്തിട്ട് നമ്മൾ നേരെ വെച്ചു. മാങ്ങ വെച്ചിട്ട് എന്ത് ചെയ്തു, മാങ്ങയും കിട്ടും. അന്നേരം ഷട്ടർ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ്. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് മോഡിൽ ഇട്ടിട്ടാണ് ഈ ഫോട്ടോയൊക്കെ എടുത്തത്. അതുകൊണ്ടാണ് ഇത്ര ഫോട്ടോ വന്നത്. അപ്പോൾ ഫോട്ടോ കിട്ടി, അതായത് പക്കായിട്ട് നമുക്ക് കിട്ടി. അതായത് എങ്ങനെയാണ് എടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ആയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ വെക്കുമ്പോൾ കുറച്ച് മുമ്പിലേക്ക് വെക്കണം, കുറച്ച് പുറകിലേക്ക് വെക്കണം. കാരണം വെള്ളം ഇത് ഇടുമ്പം മൊബൈലിലേക്ക് തെറിക്കും. അതൊരു വലിയൊരു പണി കിട്ടും. അപ്പോൾ അതും നോക്കുക. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും കാരണം ഇടാൻ. ഇതിപ്പോൾ ഞാൻ സ്വന്തം ചെയ്തതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, 2-3 തവണ ട്രൈ ചെയ്തപ്പോഴായിട്ട്. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ പക്കായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. ഒരു 2 തവണ, ഞാനിപ്പോൾ 2-3 തവണ ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത്. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീടിൻ്റെ പുറത്തു നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. അതായത് കറക്റ്റ് വെട്ടം കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ നോക്കുക. അകത്തുനിന്ന് എടുക്കാമെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റ് കുറയാന്ന്, ഫോട്ടോയ്ക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ എടുക്കുന്നത് പക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൊബൈൽ വെച്ചെടുക്കാൻ നോക്കാം. മൊബൈൽ വെച്ചെടുക്കാൻ വേണ്ടി നമുക്ക് 2 ട്രിക്ക് കയ്യിലുണ്ട്. അതായത് ഒരു ട്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈലിൽ പോയിട്ട് ക്യാമറ ഓണാക്കിയിട്ട് മാനുവൽ മോഡിൽ നിന്നിട്ടൊരു മോഡുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ISO അപ്രൈസറോ ഒക്കെ ക്യാമറ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ ചെയ്യാം. അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഞാൻ അത് എന്തായാലും അറിയത്തിണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അത് വെച്ച് ഞാൻ ഓവർ പറയുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. അതാകുമ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഷട്ടർ ബട്ടൺ, അതായത് മൊബൈലിൽ ക്യാപ്ചർ ചെയ്യുന്ന ഷട്ടർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഒരു 19 ഫോട്ടോ ഒരുമിച്ചെടുക്കും. അന്നേരം നമ്മൾ ഈ മാങ്ങ ഇടാൻ നേരം, അത് മാങ്ങ എന്തായില്ല അത് ഇടാൻ നേരം നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാം. ലോങ് പ്രസ് ചെയ്യാൻ നേരം ഒരു 19 ഷട്ടർ ബട്ടൺ കുറേ ഫോട്ടോ വരും. അന്നേരം നമുക്കതിന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടുന്നുണ്ടാവും. അപ്പോൾ ഒരു തവണ എടുക്കുമ്പോൾ കിട്ടില്ല, വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 3 തവണ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും, കറക്റ്റ് കിട്ടും നമുക്ക്. മൊബൈലിൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല ഷട്ടർ സ്പീഡും ISO ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ചിലപ്പോൾ ചിലത് അതായത് ബ്ലറായി പോയിരിക്കും. പക്ഷേ ഒന്നുകൂടെ എടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നേരെ മൊബൈൽ എടുത്തു, എന്നിട്ട് നേരെ വെച്ചു, മാങ്ങയൊന്നും ഇട്ടു, പക്ഷേ കിട്ടിയില്ല. പിന്നെ നമ്മൾ ഒന്നുകൂടി വെച്ചു, ഒന്നുകൂടി ഇട്ടു, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ അത് പിന്നെയും ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കാം. അതായത് ക്രിയേറ്റീവായിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ വീട്ടിൽ തന്നെയല്ല എല്ലാവരും, ഇപ്പോൾ വീട്ടിൽ ഫുള്ള് പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്ത് പഠിക്കാം. അതായത് ആരുടെ സഹായം വേണ്ട, നമുക്ക് മൊബൈൽ ഉപയോഗിച്ചാണോ ക്യാമറ ഉപയോഗിച്ചാണോ എടുത്തതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുള്ള് ബ്ലാക്കാണ്. അപ്പോൾ ഈ സെറ്റപ്പ് മറക്കാതിരിക്കുക. അതായത് ബ്ലാക്ക്, കണ്ണാടി, തുണി. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ട്. ഈസി ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫോട്ടോസ് എടുക്കാം. സോ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഇന്ന് രാവിലെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെയായാലും അതെങ്ങനെ കിട്ടിയെന്ന് ആർക്കും ഒരു പിടിയില്ല. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.
അപ്പോൾ മൊബൈലുള്ളവർ മൊബൈൽ വെച്ചെടുക്കുക, ക്യാമറ ഉള്ളവർ ക്യാമറ വെച്ചെടുക്കുക. അപ്പോൾ ഈ സ്മാഷ് ഫോട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എടുത്തത്. അതായത് ഒരു മാങ്ങ വെള്ളത്തിൽ വീഴുന്ന സീനാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് വെള്ളം അപ്പോൾ എന്താണെന്നൊന്നും പിടിയിട്ടില്ല. ഇത് മൊബൈൽ ഉപയോഗിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് എടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് മൊബൈൽ ഉപയോഗിച്ചെടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് ചെറിയൊരു വ്യത്യാസം, അത് അറിയത്ത് പോലുമില്ല. അത് ക്രിയേറ്റിവിറ്റി ഓരോരുത്തരുടെ എടുക്കുന്ന പോലെ ഇരിക്കും. ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് 2-3 അതിന് ഒരു 4 തവണ ശ്രമിച്ചാലും കിട്ടും. സോ സ്മാഷ് ഫോട്ടോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്താണെന്ന് ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാലോ, എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും വൈൻഡിങ് ഔട്ട്.